എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിഹാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 4 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം മുരിങ്ങയ്ക്കയും കൂർക്കയും കൊണ്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ എന്നിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തതിന് ശേഷം ഇതിനെ നടുവിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക അത്രയും ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നടുവിലൂടെ ഒന്ന് പിളർത്തിയെടുക്കാം. മുരിങ്ങയ്ക്കൊക്കെ തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ നടുവിലൂടെ ഒന്ന് പിളർത്തിയെടുത്താൽ ഉള്ളിലോട്ടൊക്കെ അരപ്പും അതേപോലെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം തോരൻ വെക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂർക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ കൂർക്ക തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അതിനെയും കൂടി ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം. കനം കുറച്ച് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വച്ചിരിക്കുന്ന അത്രയൊന്ന് മുറിച്ചെടുക്കാം. കൂർക്കയ്ക്ക് പകരം നമുക്ക് ഇതിലേക്ക് ചക്കക്കുരു വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കഴുകിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നീട് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ചട്ടി മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകാൻ വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ഒരു നുള്ളു മുളക് പൊടിയും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളിൽ പകുതി വേഗമായിട്ടുണ്ട്. ഈ സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ തോരൻ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് വറ്റിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിക്കുന്നെങ്കിൽ അങ്ങനെ താളിച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മുരിങ്ങയ്ക്കയും കൂർക്കയും കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് അയലത്തല വറ്റിച്ചതാണ്. അപ്പോൾ കുറച്ച് അയലയുടെ തല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള മുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. തലയൊക്കെ വറ്റിച്ചെടുക്കുന്നതിൽ ഉണ്ടമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണമാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. പുളിക്ക് ആവശ്യമുള്ള ഒരു 3-4 കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ചട്ടി മൂടി വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി കിടപ്പുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ അയിലയുടെ തലയൊക്കെ ഈ ഒരു രീതിയിൽ വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ചോറുണ്ണാനൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ അയിലത്തലയൊന്ന് വറ്റിച്ചെടുത്ത് നോക്കൂ. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതും തയ്യാറായി കഴിഞ്ഞു അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പം കുറച്ച് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഓരോന്നെടുത്ത് ചരിച്ചൊന്ന് മുറിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ കനം കുറച്ച് ചരിച്ചൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വെണ്ടയ്ക്ക ഇങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അത്രയും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഒട്ടും മൂക്കാത്ത വെണ്ടയ്ക്ക നോക്കി വേണം ഈ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കാൻ. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത മസാലകൾ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് കിട്ടണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവറാണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അത് കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക്
അടുപ്പ് കത്തിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല ഉരുട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടാതെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നാലേ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരികയുള്ളൂ. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ മാത്രം മതിയാകും. വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല പുരട്ടി വെച്ചിരിക്കുന്നതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ കുറച്ച് തവണ തിരിച്ചും മറിച്ചുവിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയമായിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് വൻപയർ തോരനാണ്. അപ്പോൾ ഇത് കുറച്ച് പയർ വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിരുന്നതാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ മതിയാകും. അപ്പോഴേക്കും പയർ വെന്ത് കിട്ടും. ആ സമയത്ത് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ പയർ വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇപ്പോൾ തോരന് അരപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് പയറൊക്കെ വെന്ത് കുക്കറിൽ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അത് തുറന്ന് നോക്കാം. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞതിന് ശേഷം തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് പയറാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിൽ ചെറിയൊരു നനവ് കൊണ്ട് തന്നെ അരപ്പൊന്ന് ആവി കയറി കിട്ടിയാൽ മതിയാകും. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം അങ്ങനെ ഇട്ടതിന് ശേഷം അപ്പോഴേക്കും അരപ്പ് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. താളിച്ച് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വൻപയർ കൊണ്ട് ഈ ഒരു തോരൻ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.